ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലേഷ്യയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം ആഫ്റ്റർനൂൺ ഞങ്ങൾ ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോവുകയാണ്. KL സെൻട്രലിൽ നിന്നും ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അവാന എന്ന സ്ഥലത്തേക്കാണ് ബസ്സിൽ പോകുന്നത്. 1 മണിക്കൂർ യാത്രയുണ്ട്. അവാന സ്റ്റേഷനിൽ നിന്നും കേബിൾ കാറിലാണ് ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോകുന്നത്. ഈ യാത്രയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ കേബിൾ കാർ റൈഡാണ്. സുഖകരമായ ഒരു ബസ് റൈഡായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ബസ് ടെർമിനൽ എത്തിയപ്പോഴാണ് ഉണർന്നത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവാന സ്കൈ സെൻറ്ററിൻ്റെ 4th ലെവലിലേക്ക് വന്നു. ഇവിടെ നിന്നാണ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നീണ്ട ക്യൂവാണ്. കേബിൾ കാറിൽ കയറണമെങ്കിൽ ക്യൂവിൽ നിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ക്യൂ ഇങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി. ടിക്കറ്റ് ഓൺലൈനിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ജിമെയിലിലേക്ക് ഒരു QR കോഡ് വരും. ആ QR കോഡ് ഇനി ഇവിടെ സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പോകാൻ കഴിയൂ. ഓരോ കേബിൾ കാറിൽ നിന്നും വരുന്നവർ ഇറങ്ങുന്നു. കുറച്ച് അപ്പുറത്ത് നിന്ന് പോകാനുള്ളവർ കയറുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ കേബിൾ കാറിൻ്റെ സ്പീഡ് കുറയുന്നു എന്നേ ഉള്ളൂ, നിർത്തില്ല. ഞങ്ങൾ 7 പേർക്കും ഒരു കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാറി നിൽക്കുകയാണ്. ഫോട്ടോഗ്രാഫർ വരുന്നു. ഓരോ കാറിനുള്ളിലുള്ളവരെയും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ജെൻഡിങ് ഹൈലാൻഡ്സിൽ എത്തുമ്പോഴേക്കും അവിടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ടാകും. നമുക്ക് ആവശ്യമാണെങ്കിൽ അവർ പറയുന്ന എമൗണ്ട് കൊടുത്തിട്ട് ഫോട്ടോ വാങ്ങാം. ഞങ്ങളുടെ കേബിൾ കാർ റൈഡും ആരംഭിച്ചു. ഇടയ്ക്ക് ഒരു സ്റ്റേഷനുണ്ട്. ചിൻ സ്വീ കേവ് ടെമ്പിൾ, ചൈനീസ് ടെമ്പിളാണ്. ആ ക്ഷേത്രത്തിൻ്റെ പഗോഡയാണ് ആ കാണുന്നത്. ഇവിടെ ഇറങ്ങിയിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് പോകാം. പിന്നീട് മറ്റൊരു കേബിൾ കാറിൽ ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോകാം. വേറെ ടിക്കറ്റ് ഒന്നും വേണ്ട, ഈ ടിക്കറ്റ് തന്നെ മതിയാകും. ഞങ്ങളുടെ കേബിൾ കാർ ഈ സ്റ്റേഷനിൽ എത്തിയപ്പോൾ 2 പേർ കൂടി കയറി. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കസീനോകളും എല്ലാം കുറേ അധികമുള്ള ഒരു സ്റ്റേഷനാണ് ജെൻഡിങ് ഹൈലാൻഡ്സ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽ ഇവിടെയാണ്. ദി ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ ഇൻ പഹാങ്. കെട്ടിടങ്ങളെല്ലാം കോടമഞ്ഞിൽ കുളിച്ചിരിക്കുകയാണ്. കേബിൾ കാർ ഇതാ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ ആ ഭാഗത്താണ്. അതിൻ്റെ മുകൾ ഭാഗം കാണാനുണ്ട്. ഞങ്ങൾ നടന്നെത്തിയത് ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ്. ഫസ്റ്റ് വേൾഡ് പ്ലാസ ഷോപ്പിംഗ് മാള്. ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും തീം പാർക്കുകളും എല്ലാം ജെൻഡിങ് ഹൈലാൻഡ്സിലുണ്ട്. ഈ മാളിനുള്ളിലെ കാഴ്ചകൾ തന്നെ കുറേ അധികം കാണാനുണ്ട്. ഇതൊക്കെ കണ്ടു നടക്കുന്നത് നല്ല രസമുള്ള അനുഭവമാണ്. ജനനിബിഡമാണ് ഈ മാള്. ഇടയ്ക്ക് ഞങ്ങൾ ജ്യൂസ് കഴിച്ചു. അവിടെയും നല്ല തിരക്കായിരുന്നു. ആ ടേബിൾ ഒഴിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം കാത്തിരുന്നു. ഞങ്ങളുടെ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ ആളുകൾ വന്നു. ഫിനിഷ് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് ടേബിൾ ഒഴിയാൻ അവരും കാത്തിരിക്കുകയായിരുന്നു. അത്രയും തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ.
ഇവിടെ എന്തോ ഒരു ഷോ ഉണ്ട് എന്ന് ബോർഡ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ടൈം വെച്ചിട്ട് കുറച്ച് ആളുകളെ മാത്രമേ ഇങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. കുറേ മുന്നിലായിട്ട് ഷോ നടക്കുന്നുണ്ട്, പക്ഷേ പുറകിലുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല. ആദ്യം വന്നവർ തന്നെ തിരിച്ചു പോവാതെ അവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറേ പുറകിലായിപ്പോയി. ഇവിടെയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തീം പാർക്കുള്ള ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്, ഇനി തിരിച്ചു പോകണം. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. തിരിച്ചു പോകാൻ ഞങ്ങൾ കേബിൾ കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. നീണ്ട ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂവിൽ കയറി ഇരിക്കണമല്ലോ. അന്വേഷിച്ചപ്പോൾ എന്തോ തകരാറ് കാരണം നിർത്തിയിട്ടതാണ് എന്നറിഞ്ഞു. ക്യൂ ആണെങ്കിൽ നീണ്ടു പോവുകയാണ്. ക്യൂവിൻ്റെ നീളം വീണ്ടും കൂടുതലായി. അതിൽ നിന്നാൽ കുറേ സമയം നിൽക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ. താഴെ ബസ് ടെർമിനലുണ്ട്, ഇനി കേബിൾ കാർ റൈഡ് വേണ്ട, ബസ്സിൽ പോകാമെന്ന് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ താഴത്തെ നിലയിലേക്ക് വന്നു. അവിടെ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോഴോ ബസ് സർവീസും ഇല്ല. കട്ടയ്ക്ക് കോടമഞ്ഞായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ബസ് ഇല്ല എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് തന്നെ വന്നു. അപ്പോഴും ഈ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. എന്തായാലും ഈ ആളുകൾക്കൊക്കെ തിരിച്ചു പോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവുമല്ലോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അപ്പോഴാണ് എല്ലാവരെയും മറ്റൊരു ഭാഗത്തേക്ക് പറഞ്ഞു വിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങോട്ട് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് കേബിൾ കാർ എന്ന് ആരോ ഇട്ട പ്ലക്കാർഡ് പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികളെയും കണ്ടു. അവരിൽ ഒരാളോട് ഞങ്ങൾ കാര്യം അന്വേഷിച്ചു. അപ്പോൾ ഈ കേബിൾ കാർ ഇന്നുണ്ടാവില്ല, മറ്റൊരു കേബിൾ കാർ അപ്പുറത്തുണ്ട്, അവിടെ പോയിട്ട് ആ കേബിൾ കാറിൽ താഴേക്ക് പോകണം എന്നാണ് അവർ പറഞ്ഞത്. ഈ സംഭവങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫോൺ ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ധൃതിയിൽ ഒരു ഓട്ടമായിരുന്നു. അപ്പുറത്തും ഇതുപോലെ വലിയ ക്യൂ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ക്യൂവിൽ ഇടം പിടിക്കുകയല്ലാതെ രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾ ധൃതിയിൽ അങ്ങോട്ട് പോയി. കുറേ ദൂരം നടന്നു. പിന്നെ അവസാനം ആ ക്യൂ ഞങ്ങൾ കണ്ടു. അങ്ങനെ ക്യൂവിൽ ഞങ്ങൾ നിന്നു. ഞങ്ങൾക്ക് മുന്നിലും കുറേ ആളുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിന്നതിന് ശേഷം എത്രയോ ആളുകൾ ഞങ്ങളുടെ പുറകിലും ഈ ക്യൂവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മലയാളികളുണ്ടായിരുന്നു കേട്ടോ ഈ ക്യൂവിൽ. ഈ ഒരു കേബിൾ കാറിൽ പോകാൻ ടിക്കറ്റൊന്നും പിന്നെ പരിശോധിക്കുന്നില്ല. വരുന്ന എല്ലാവരെയും കയറ്റി വിടുകയായിരുന്നു. എന്നിട്ടും 1 മണിക്കൂർ വേണ്ടി വന്നു ഞങ്ങൾക്ക് കേബിൾ കാറിൽ കയറാൻ. കേബിൾ കാറിൽ കയറി താഴോട്ട് പോരുമ്പോഴോ കൂരിരുട്ട്, ഒന്നും കാണാനില്ല. ഓരോ പോസ്റ്റിൻ്റെയും അടുത്തെത്തുമ്പോൾ മാത്രം അല്പം വെളിച്ചമുണ്ടാകും. താഴെ നല്ല കാടാണെന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി. ഗോത്താങ് ജയ എന്ന സ്റ്റേഷനിലാണ് ഈ കേബിൾ കാറിൽ വന്നിറങ്ങിയത്. പുറത്തേക്ക് വന്നപ്പോഴോ നിറയെ ആൾക്കൂട്ടം. മുന്നേ വന്നവർ കുറേ പേരുണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് ഒന്നും ആ ഭാഗത്ത് കിട്ടുന്നില്ല. അതുകൊണ്ടൊരു ഗ്രാബിൽ ടാക്സി ബുക്ക് ചെയ്യാനൊന്നും കഴിയുന്നില്ല. പിന്നെ ഒരു ബസ് വന്നു. അവാന സ്റ്റേഷനിലേക്ക് ഷട്ടിൽ സർവീസ് നടത്തുകയാണത്രേ. ഈ ബസ്സിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. ക്യൂ ഒന്നും അവിടെ പാലിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് മാറി നിന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ജെൻഡിങ് ഹൈലാൻഡ്സിൽ നിന്നും കേബിൾ കാറിൽ അപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ മാറി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ ബസ്സിലും ഇതുപോലെ തിരക്ക് തന്നെയായിരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ഒരു ബസ് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങളും അതിന്റെ മുന്നിൽ പോയി നിന്നു. 7 പേരും ഒരു ബസ്സിൽ തന്നെ കയറിയിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ മുന്നിൽ തന്നെ പോയി നിന്നത്. എന്തായാലും ഒരു ബസ് വന്നു. എങ്ങനെയൊക്കെയോ ആ ബസ്സിൽ ഞങ്ങൾ കയറിപ്പറ്റി, സീറ്റും കിട്ടി. അങ്ങനെ ബസ്സിൽ എവിടെയോ വന്നിറങ്ങി. അവിടെ ടാക്സി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടാക്സി കിട്ടി. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലേക്ക് വന്നതാണ്. ഇപ്പോൾ സമയം രാത്രി 12 മണി. നാളെ രാവിലെ ഇനി ഇറങ്ങാനൊന്നും കഴിയില്ല. പിന്നെ നാളെയാണെങ്കിൽ ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ.